അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മുസ്ലിമയുടെ ജീവിതം നിശബ്ദമായി നശിപ്പിക്കുന്ന 7 ശീലങ്ങൾ അല്ല. നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമുക്ക് ഉള്ളില് പുറത്ത് ഓക്കെ ആണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു ക്ഷീണം, ഒന്നിനും കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ടെൻഷൻ, എന്താന്ന് പറയാനറിയില്ല, ഒരു സമാധാനമില്ലായ്മ, പലർക്കും നിസ്കരിക്കാൻ മടി, ഇബാദത്തിനോട് ഒരു മടുപ്പ്, മൊബൈൽ യൂസ്, ചിലർക്ക് മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇത് വെറൊരു മടി മാത്രമല്ല, നമ്മുടെ ഹൃദയം അള്ളാഹുവിൽ നിന്ന് അകലുമ്പോൾ ജീവിതം ഭാരമായിട്ട് തോന്നാൻ തുടങ്ങും. അപ്പം നമ്മളെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മൊബൈൽ അഡിക്ഷൻ. ഓക്കെ, മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഡോപ്പമൈൻ വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഡോപ്പമൈൻ ഒരു സുഖം കിട്ടാനുള്ള, തലച്ചോറിനൊരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് എന്ന് പറയില്ല, പെട്ടെന്നൊരു ഹാപ്പിനെസ് കിട്ടാനുള്ള ഒരു മാർഗമാണ് മൊബൈലിലെ വീഡിയോകൾ കാണുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താവും, നമ്മളെ തലച്ചോറിന് നമുക്കൊരു സുഖം കിട്ടുന്ന കാര്യം നമ്മൾ കൂടുതൽ കൂടുതൽ ചെയ്യും. അതേപോലെ തലച്ചോറിന് ഏറ്റവും എളുപ്പത്തിൽ സന്തോഷം കിട്ടുന്ന ഇങ്ങനെ സന്തോഷത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അല്ലെങ്കിൽ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയം, അപ്പൊ നമ്മൾ ഒന്ന് കാണും, അതിനടുത്തത്, പിന്നീട് നമ്മൾ തെരഞ്ഞു പോവാണ്. എല്ലാതും നമുക്ക് സന്തോഷം നൽകുന്ന വീഡിയോകളൊന്നും അല്ല, പക്ഷെങ്കിൽ അടുത്തത് ഇതിലേറെ നന്നാവാം, അടുത്തത് ഇതിലേറെ നന്നാവാം, അടുത്ത് കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് ഉള്ളതാവാം എന്നുള്ള രീതിയിലാണ് പിന്നീട് നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഒരു 5 മിനിറ്റ് എന്ന് തുടങ്ങിയത് 5 മണിക്കൂർ ആവുന്നുണ്ട്. മൊബൈലിന്റെ മാത്രം കാര്യമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അള്ളാ. രണ്ടാമത്തെ കാര്യം, നിസ്കാരത്തിലെ അലസത. നിസ്കരിക്കണം എന്നറിയാം, പക്ഷെ നമ്മൾ ഖുശൂവോട് കൂടിയിട്ട് ഹൃദയമറിഞ്ഞുള്ള നിസ്കാരം അത് കുറവാണ് അല്ലെ. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പല ചിന്തകളും വരുന്നുണ്ട്. അതുപോലെ നിസ്കാരം അവസാന സമയത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളൊരു, ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. മൂന്നാമത്തെ കാര്യം, ഓവർ തിങ്കിങ്. നമ്മൾ എല്ലാവരും ഉറങ്ങുന്ന സമയം പോലും മനസ്സ് നിശബ്ദമാകുന്നില്ല, ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കാന്നുള്ള അവസ്ഥ, വെറുതെ ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ ആവുക, പലപ്പോഴും അത് നെഗറ്റീവ് ചിന്തകളിലേക്കാണ് പോകുന്നത്. ഇത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നേരം വൈകിയുള്ള ഉറക്കം അല്ലെങ്കിൽ മടിയുള്ള ചിട്ടകള്. നമ്മുടെ ഉറക്കം നമ്മുടെ എല്ലാ ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ കാര്യങ്ങളും ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് വൈകി ഉറങ്ങുന്നവരാണ് വെച്ചാല് അവർക്ക് ഒരുപാട് അസുഖങ്ങൾക്കുള്ള സാധ്യത മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അല്ലെ. പ്രഷർ, ഷുഗർ, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വൈകി ഉറങ്ങുന്നവരെ പെട്ടെന്ന് ബാധിക്കാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മടിച്ചിട്ടുള്ള ഒരു റുട്ടീൻ, അത് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ തകർക്കും, നമ്മുടെ ജീവിതത്തെ തന്നെ ആരോഗ്യം ഇല്ലാതാക്കി മാറ്റാൻ കഴിയും. അഞ്ചാമത്തെ കാര്യം, ഖുർആനിൽ നിന്ന് അകലം പാലിക്കല്. പല ദിവസവും ഖുർആന് തുറക്കാത്ത ദിവസങ്ങള്, ഒന്നും ഓപ്പൺ ചെയ്യാത്ത ദിവസങ്ങള്, ഈ സമയത്തൊക്കെ നമ്മുടെ ഹൃദയം കൂടുതൽ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആറാമത്തെ കാര്യം, മറ്റുള്ളവരുമായി കമ്പാരിസൺ ചെയ്യാം, പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് അല്ലെ. നമ്മളിൽ പലരും പല കാര്യങ്ങളും ചെയ്യുന്നത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ വാവും, അവരുടെ ലൈഫ് ഒക്കെ എന്തൊരു അടിപൊളി, അല്ലെങ്കിൽ വീഡിയോസ് കാണുന്ന സമയത്ത്, സ്റ്റോറീസ് കാണുന്ന സമയത്ത് വാവും, അവർക്കൊക്കെ എപ്പോഴും യാത്ര പോവുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, എന്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അവരിപ്പോ ഗൾഫിലെത്തി, അല്ലെങ്കിൽ അവരിപ്പോ UK-ലാണ്, ഈ രീതിയിൽ, അല്ലെങ്കിൽ വാവ് അടിപൊളി ഭക്ഷണം, അടിപൊളി വസ്ത്രം, അടിപൊളി, ഉം, അവരുടെ ജീവിതം എന്ത് അടിപൊളിയാണ്, അടിപൊളി വീട്, അടിപൊളി കാർ, ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൺസിസ്റ്റന്റ് കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുക, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുക. ഇതിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചാല്, നമ്മളെ കയ്യിൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ ജീവിതത്തിലുണ്ട്.
അത് നോക്കാനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവില്ല. ഏഴാമത്തെ കാര്യം, അള്ളാഹുവിൽ നിന്ന് ഇമോഷണലി ഡിസ്റ്റൻസ് നമുക്ക് ഭയങ്കര ദൂരെയായിട്ട് തോന്നും അല്ലെ. നമ്മള് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, പക്ഷെങ്കിൽ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. കണക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് പോവില്ലല്ലോ. അപ്പം ആ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ മാറി തുടങ്ങാൻ നോക്കാം. ചെറിയ ശീലങ്ങള് അത് മതി നമുക്ക് മാറാൻ വേണ്ടിയിട്ട്. അതേപോലെ തഹജ്ജുദ്, ഖുർആൻ ഖുർആൻ ജീവിതത്തിൽ ഡെയിലി നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുക. ദിക്റുകള് ദിവസവും ഒരു കുറഞ്ഞതാണെങ്കിലും സ്ഥിരമായത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നമ്മൾ ദിക്റുകൾ സ്ഥിരമാക്കുക. പിന്നെ ഒരു സ്ലീപ്പ് റൂട്ടീൻ ഉണ്ടാക്കുക. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഉറങ്ങുന്നതിന്റെ മുന്നേ ഒരു നൈറ്റ് റൂട്ടീൻ, രാത്രിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ. അതേപോലെ സ്ക്രോളിങ് കുറയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടു, ഓക്കെ ആ വീഡിയോ കണ്ടു, ആവശ്യം കഴിഞ്ഞു, ഫോണ് അവിടെ വെക്കാം. ആ രീതിയിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റ് മാറണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ഒരുപാട് മാറ്റം വരും. നമ്മുടെ മനസ്സമാധാനം തിരിച്ചു വരും. നമ്മളെ ഉള്ളിൽ നിന്ന് ആ ഹാപ്പിനെസ് പുറത്തേക്ക് വരും. പണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിരുന്ന കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ ഹാപ്പിനെസ് ഒക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, പക്ഷെങ്കിൽ അത് ഇൻഷാല്ല വരും വീഡിയോകളിൽ പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ പലർക്കും ഇങ്ങനെ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ നഫ്സു അമ്മാറയിൽ നിന്നും നഫ്സു മുത്മയിനയിലേക്ക് എന്ന 30 ദിവസത്തെ ചലഞ്ച് ആരംഭിച്ചത്. അൽഹംദുലില്ലാ ഒരുപാട് പേര് ഇപ്പോൾ ഓൾറെഡി ചേർന്നിട്ടുണ്ട്. ഇനി ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് വെറും 3 ദിവസം കൂടിയാണ് ഉള്ളത്. അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാന്. അപ്പം അതിനുള്ളിൽ ചേരുന്നവർക്ക് വെറും 300 രൂപ മാത്രമാണ് ഒരു മാസത്തെ ഫീസ് വരുന്നത്. ഒരു മാസത്തെ ചലഞ്ചാണ്. അപ്പം അതിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. അപ്പം നിങ്ങൾക്കോ നിങ്ങളെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമന്റും എല്ലാം ഒരുപക്ഷെ മറ്റൊരാളുടെ ജീവിതം കൂടുതൽ ഹാപ്പി ആവാൻ സഹായിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അള്ളാഹുവിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന ഓരോ ഹൃദയത്തിനും ഇനിയും പ്രതീക്ഷയുണ്ട്. ഈ യാത്രയിൽ നമ്മൾ ഒരുമിച്ചാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ ദുആയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.